അങ്ങനെ ആറ്റ് തോറ്റിരുന്നിട്ട് നമ്മുടെ വലിയ പെരുന്നാൾ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് വലിയ പെരുന്നാളല്ല, അതിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ തലേ ദിവസം എന്ന് പറയുന്നത് അറഫാ നോമ്പാണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏതായാലും നോമ്പല്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പള്ളിയിലത്തെ മുക്രീന ഉണ്ട്. എന്നാൽ പിന്നെ നാളെ നോമ്പല്ലേ, ചിലവടന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ എന്നാക്കി. എന്താ ഇപ്പോൾ കഥ, ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടച്ചവടം പറഞ്ഞ പോലെ ഇപ്പോൾ മുക്രിയുടെ വർത്താനുണ്ടായി. എന്നാലും വേണ്ടില്ല, നമുക്കൊരു സന്തോഷമാണ്. കാരണം നോമ്പിന് തന്നെ കൊടുക്കാമെന്ന് പറയുന്നത് നമുക്കൊരു ബർക്കത്താണല്ലോ, ചുളിവിലൊരു കുരി കിട്ടുമല്ലോ. കൂലി ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അത് നല്ല ആത്മാർത്ഥതയോടുകൂടി ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് മുക്രിക്കും ഉസ്താവന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ. ഇന്നലെ വരെ തിന്നുകൊണ്ടിരുന്നു ഞാൻ ഇന്ന് നോമ്പ് നോക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ പള്ളൻ്റെ ഒരു അവസ്ഥ എന്നുള്ള എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ഷീണം കൂടുതലാണ്. പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോമ്പും കൂടി എനിക്ക് ഇന്നെ കൊണ്ട് കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പത്തിരി നമ്മളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. പത്തിരി മാത്രമേ ഏൽപ്പിച്ചുള്ളൂ, ബാക്കി ചിക്കൻ കറി, പഴംപൊരി ഉണ്ടാക്കി, അതേപോലെ നമ്മുടെ കായ്പോള അത് ഞാൻ കുറേ കാലമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ അവസാനത്തിൽ അതങ്ങ് ശരിയായി കിട്ടിയിട്ടാണ്. അപ്പോൾ അത് കായ്പോള ഫ്ലിപ്പ് ചെയ്ത് മാറ്റുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് താങ്കളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പഴംപൊരിയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി ഓൾറെഡി ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലമായി ഞാൻ ഈ ചെങ്ങായിനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് കേട്ടോ, പക്ഷേ ഇതങ്ങനെ ശരിയാവണില്ല. ചിലപ്പോൾ മുട്ടയുടെ ചൊയ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാവും. അപ്പോൾ ഇത് അവസാനത്തിൽ നമുക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാനങ്ങ് മറന്നുപോയി. ഞാൻ എൻ്റെ കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ചിട്ട് ഇതിലൊക്കെ ഇടും കേട്ടോ. ചില വീഡിയോയിൽ കാണാൻ പാലൊക്കെ ചേർത്തിട്ട്, ചിലവിൽ പാലൊന്നും ചേർക്കില്ല. എന്തായാലും ഞാൻ എന്ത് ചേർത്തെന്ന് എനിക്ക് ഓർമ്മയില്ല, ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ അതങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. കഴിഞ്ഞ നോമ്പിന് കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ തണ്ണിമത്തനൊക്കെ നമ്മൾ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും പാത്രം വന്നു കേട്ടോ. അപ്പോൾ ഇതാ പാത്രത്തിലെല്ലാം കൂടി അങ്ങ് വിളമ്പി അങ്ങ് സെറ്റാക്കി വെച്ച് കൊടുത്തു. അൽഹംദുലില്ലാ റാഹത്ത്. ഇത് നമ്മൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ പാത്രം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കാണണം, അപ്പോൾ ഒരു സന്തോഷമാണ്. അവസാന നിമിഷത്തിലാണ് മൂപ്പര് ചായ വേണമെന്ന് പറഞ്ഞത്. എന്നാലും നമ്മൾ ചായയൊക്കെ തട്ടിക്കൂട്ടി. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ നോമ്പർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പെരുന്നാളാണല്ലോ. അപ്പം ഇനിയിപ്പോൾ മൈലാഞ്ചിയിലും പെരുന്നാളിൻ്റെ പൊലിവും കാര്യങ്ങളൊക്കെയാണ്. ഡ്രസ്സൊക്കെ ഓൾറെഡി 2, 3, 4, 5 കൂട്ടൊക്കെ നെച്ചൂന്ന് കിട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ഡ്രസ്സ് എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇവരെ കൊണ്ട് കിട്ടില്ല. ഇവർ ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ മതി, അത് മതി, ഇത് മതി പറയുമ്പോൾ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, അടിയിടും കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ എൻ്റെ ചാർജ് കഴിഞ്ഞിരിക്കണം. ഇനി ഏതായാലും നമുക്ക് നേരെ പോയി കിടന്ന് ഉറങ്ങാം. നാളെ രാവിലെ പെരുന്നാളിന് നീക്കേണ്ടതല്ല. അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ അടുത്ത